സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള 12 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ വിശദാംശങ്ങൾ നൽകാൻ വീണയാണ് ചേരുന്നത്. വീണ, എങ്ങനെയാണ് നിലവിലെ കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം? എങ്ങനെയെല്ലാമാണ് അലേർട്ടുകൾ? ഏതെല്ലാം ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്? എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ടോ? എങ്ങനെയാണ് മാർഗനിർദ്ദേശങ്ങൾ പറയുന്നത്? വീണ. ആതിര, എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. പക്ഷേ 12 ജില്ലകളിലാണ് അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഈ ജില്ലകളിൽ വരുന്ന മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ളൊരു മഴ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് പറയുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും യെല്ലോ അലേർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷേ മഴയുടെ സാന്നിധ്യം തള്ളിക്കളയാൻ കഴിയില്ല. ചെറിയ തോതിലാണെങ്കിലും നേരിയതോ അല്ലെങ്കിൽ ഇടത്തരമായിട്ടുള്ള മഴ ഈ 2 ജില്ലകളിലും ലഭിക്കുമെന്നാണ് ഈ ഒരു കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പ്. മാത്രമല്ല, പേപ്പാറ, അരുവിക്കര ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ ഡാമുകളിലെ ജലം തുറന്നു വിടുവാനുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് ജില്ലകളിലെ ഈ ഒരു വെള്ളപ്പൊക്കമുള്ള സാഹചര്യങ്ങളിൽ വിദ്യാലയങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഈ കുട്ടികളടക്കമുള്ളവർ, യുവാക്കളും കുട്ടികളും അടക്കം ജലാശയത്തിൽ ഇറങ്ങിക്കളിക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. അപകട സാഹചര്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങരുതെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നുള്ളതാണ്. 12 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ഈ ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. ആതിര. ശരി വീണ, അതായത് വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്താകെ പരക്കെ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശം. 12 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഉണ്ട്. വീണയായിരുന്നു വിശദാംശങ്ങൾ പങ്കുവച്ചത്.